എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ ആരെങ്കിലും രോഗശയ്യയിലാണെങ്കിൽ അവരെ നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. നമ്മുടെ ഒരു കൾച്ചറാണ്. എന്നാൽ ഈ രോഗികളെ കാണാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ചിലർ അതറിയും, ചിലവർക്ക് അറിയുകയില്ല. ഇതിൽ കൂടുതൽ അക്യൂട്ട് രോഗം ബാധിച്ചവരായിരിക്കാം. പലതരത്തിലുള്ള രോഗത്തിൽ അടിമപ്പെട്ടവരായിരിക്കാം. അതിൽ ക്യാൻസർ രോഗികൾ കാണാം, ഷുഗർ പേഷ്യൻസ് കാണാം, ഹാർട്ട് രോഗികൾ കാണാം, ലിവർ പ്രോബ്ലം ഉള്ളവർ കാണാം, ആക്സിഡൻ്റ് ആയവർ കാണാം, സംസാരശേഷി നശിച്ചവർ കാണാം, ചലിക്കാതെ ബെഡിൽ കിടക്കുന്നവർ കാണാം. പല വെറൈറ്റീസ് ആൾക്കാർ. ചിലവർ പറയുന്നത് ശ്രദ്ധിക്കാൻ സാധിക്കും, ചിലർക്ക് നാം ചോദിക്കുന്നത് മറുപടി തരാൻ സാധിക്കില്ല. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ കാണാൻ പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ രോഗവിവരങ്ങളെക്കുറിച്ചുള്ളൊരു വ്യക്തമായ വിവരം അവരുടെ വീട്ടുകാരിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരിക്കലും ആ രോഗിയോട് പോയി അവരുടെ വിശേഷം നാം കേൾക്കാൻ പാടില്ല. അവർ രോഗിയാണ്, അതുകൊണ്ടാണ് കാണാൻ വന്നത് എന്നും ഉള്ളൊരു ധാരണ അവർക്ക് കൊടുക്കരുത്. മറിച്ച് അവരോട് പറയാം, ഇതിനടുത്ത് വന്നു, കണ്ട് ഒത്തിരി നാളായി, അതുകൊണ്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ലൈറ്റ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു, എന്തോ സുഖമില്ലെന്ന്, എന്താണെന്ന് അറിയില്ല, അത് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു വന്ന് അങ്ങനെ ഒന്ന് ലൈറ്റായിട്ട് പറയാം. കാരണം കൂടുതൽ നമുക്ക് ഫൂളാക്കാൻ പറ്റില്ല. അവർക്കറിയാം വാട്ട് ഈസ് വാട്ട് എന്നുള്ളത്. നമ്മളെപ്പോഴും ഇവർ കാണുന്ന നിമിഷം മുതൽ മടങ്ങുന്നവരേക്കും ഒരു പോസിബിലിറ്റീസ്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ. അതെന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളാണെങ്കിൽ, ബന്ധുക്കളാണെങ്കിൽ എന്തായാലും പറയാം. ബന്ധുക്കളുടെ കാര്യങ്ങൾ, ഇവരിൽ നിന്നറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചറിയാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. അത് ഒന്നിച്ച് പഠിച്ചവരാണെങ്കിൽ നമ്മുടെ പൂർവ്വകാല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാം, സ്കൂളിലെയോ കോളേജിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് അറിയാം, നമ്മുടെ സ്കൂൾ മേറ്റ്സിനെ കുറിച്ച്, ക്ലാസ്മേറ്റ്സിനെ കുറിച്ചോ ഒക്കെ ഇത് പറഞ്ഞ് അവരെ മറ്റൊരു ലോകത്തേക്ക് നമ്മൾ കൂട്ടിപ്പോകണം. അവരുടെ മൈൻഡ് അയ്യോ, അല്ലെങ്കിൽ എന്ത് പറ്റി, ആക്സിഡൻറ്റ് ചെയ്ത് എങ്ങനെ പറ്റി, വണ്ടി ഓടിച്ചോ, വീണോ, ആര് കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ അൺവാണ്ടഡ് 100 ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം വി നോ ദാറ്റ് അയാൾ ആക്സിഡൻ്റ് ഇതച്ചാൽ അവിടെ എന്ത് വിവരം ഉണ്ടെങ്കിലും ഇവരില്ലാത്തതെന്ന് മാറി നിന്ന് അവരുടെ ബന്ധുക്കളോടോ അച്ഛനോടോ അമ്മയോടോ വൈഫോ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നമ്മൾ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ അവിടെ പോയി ഒരു വിലപിക്കുകയല്ലേ വേണ്ട. അയ്യോ എന്ത് പറ്റി, തടയുക, അവർക്ക് വേണ്ട ഇത് പറയുക, കുഴപ്പമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഒരു പ്രശ്നം വരില്ല, അങ്ങനെ ഇങ്ങനെ ഉള്ളി ഇതൊന്നും പറയേണ്ട കാര്യം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, യു ക്യാൻ പ്രേ ഫോർ ദം, കുഴപ്പമില്ല. അത് പറയണമെന്നില്ല, പറയാതെ തന്നെ നിങ്ങൾക്കത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും രോഗിയുടെ അടുക്കൽ അവരുടെ നിസ്സഹായത ഓർത്ത് അതിൽ നമ്മൾ ദുഃഖിതരെന്ന് കാണിക്കരുത്. ദുഃഖം മനസ്സിൽ ഒതുക്കിയാൽ മതി. അത് അവരോട് എപ്പോഴും നല്ലത് ഇതൊക്കെ ശരിയായിക്കൊണ്ട് സമാധാനപരമായിരിക്കും. കുറച്ച് 1-2 ദിവസം ഒന്ന് വൈകി, എന്തായാലും കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കുക, അവർ ഓക്കെ. ആ ഒരു സന്തോഷം സ്പെൻഡ് ചെയ്യുന്ന 5, 10, 15 മിനിറ്റായിട്ട് ടോട്ടൽ ഒരു പോസിറ്റീവ് ടോക്സ് മാത്രമേ അവരോട് ചെയ്യാവൂ. ഒരിക്കലും അവരെ നമ്മൾ രോഗിയായി കാണരുത്. ആ രോഗികൾ ഒരിക്കലും വിചാരിക്കരുത് രോഗിയെന്ന് അറിഞ്ഞ രോഗിയായി എന്നെ കാണാനാണ് എൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ എത്തിയെന്നുള്ള ധാരണയും ഉണ്ടാക്കാൻ പാടില്ല. നല്ല സുഹൃത്തുക്കളായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ആ സന്തോഷമായ ആ വാക്കുകൾ, ആ സമയങ്ങൾ സ്പെൻഡ് ചെയ്ത ഇന്നലകളുടെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഇദ്ദേഹത്തിന്, ഈ രോഗിയായവർ ഒരുപക്ഷെ അത് മാത്രം മതി അവരുടെ രോഗത്തിന് ഒരുപാട് ഒരു റിലീഫ് കിട്ടാൻ. ഒരുപക്ഷെ ഇവർക്ക് സുഹൃത്തുക്കൾ പലരും കാണും. പല രോഗികൾ രോഗശൈലിയാകുമ്പോൾ ആരും അവരെ വിസിറ്റ് ചെയ്യാറില്ല.
അറിയാത്തവരായിരിക്കും. അവിടെ ബന്ധുജനങ്ങളോ സുഹൃത്തുക്കളോ എത്താൻ വയ്യാത്തൊരു ഘട്ടമായിരിക്കും. ഒരു പക്ഷേ എത്തപ്പെടാമെന്നുള്ള സ്റ്റേജാണെങ്കിലും ആരും കാണാതെ അവരെ വിസിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഇവർ മാനസികമായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കും. ആ കൂട്ടത്തിൽ ആരെങ്കിലും ഇവരുടെ പഴയ സുഹൃത്തുക്കൾ കടന്നു ചെന്ന് 10-15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ കൊടുക്കുന്ന സന്തോഷം, അപ്പോൾ പങ്കുവയ്ക്കുന്ന ഓർമ്മക്കുറിപ്പുകൾ അവർക്ക് വലിയൊരു പ്രചോദനം ചെയ്യും. നല്ലൊരു സ്ട്രെങ്തായിരിക്കും. അവരുടെ മനസ്സിന് വളരെ കുളിർമ കിട്ടും. കാര്യം ഒരു സുഹൃത്തിനെ അന്വേഷിച്ച് മറ്റൊരു സുഹൃത്ത് വരുമ്പോൾ ആ സുഹൃത്തിന് രോഗിയെന്നുള്ള ധാരണ അല്ല സംസാരിക്കേണ്ടത്. പഴയ കാലത്തെക്കാളും വളരെ പ്ലസൻ്റായിട്ട് സംസാരിക്കണം. ഇതേ ആകാവൂ. ഇങ്ങനെയുള്ള ഒരു മൈൻഡുമായി മാത്രമില്ല അയ്യോ അല്ലെങ്കിൽ ചായ എന്ത് പറ്റി നിനക്കടാ എന്നാ പറ്റി അതെന്ന് ഒരുമാതിരി അവരുടെ ഇതിൽ അവരുടെ ആപ്പാടെ വീർപ്പ് മുട്ടിക്കുക. അപ്പോൾ അവരെന്താ വിചാരിക്കും? ദേ ഫീൽ വെരി ബാഡ്. അവർ ഒത്തിരി ഡിപ്രസ് ആകും. അങ്ങനെ ആകാൻ പാടില്ല. സന്തോഷം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് സ്നേഹാദരങ്ങളായ നല്ല നല്ല വാക്കുകൾ, നല്ല നല്ല പഴയ ഓർമ്മകൾ, പഴയ കാലം ഉണ്ടായ അനുഭവങ്ങൾ, ഇതൊക്കെ പങ്കുവച്ച് വളരെ നല്ല രീതിയിലുള്ള നിമിഷങ്ങളാണ് നിങ്ങൾ അതാണ് ഒരു സുഹൃത്തിനോട്, ഒരു രോഗിയോട്, അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും അവരെ ഉപദ്രവിക്കാനും അവരെ വീണ്ടും ഡിസപ്പോയിൻ്റ് ചെയ്ത് അവരെ സമ്മർദ്ദത്തിലാഴ്ത്താനും ഒരിക്കലും ഒരു രോഗിയെ വിസിറ്റ് ചെയ്യാൻ പോകരുത്. അവിടെ ചെന്ന് രോഗിയോട് ചോദിക്കും, എത്ര നാൾ കിടക്കേണ്ടി വരും, ഡോക്ടർ എന്ത് പറഞ്ഞു, മരുന്ന് കഴിച്ചോ, ആഹാരം കഴിച്ചോ, ഇതെല്ലാം ഈസ് ഓൾ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്യരുത്. ഒരാവശ്യമില്ല. അങ്ങനെ പറയരുത്. യു ആർ ഗോയിങ് ആൻഡ് മീറ്റിംഗ് ദം. ഒരു ഫ്രണ്ട്ലി ടോക്സ് മാത്രമേ നടത്താവൂ. പോകുമ്പോൾ നല്ല രീതിയിൽ ഹായ്, ഞാൻ പോയി വരികയാണ്, ഞാൻ വീണ്ടും വരും, അടുത്ത ഒരു സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ എത്തുന്നതായിരിക്കും, പറ്റിയാൽ എന്നെ ഒന്ന് വിളിക്കണമെന്ന് രോഗിയോട് പറയുക. ദാറ്റ് മീൻസ് ആ രോഗിക്കൊരു സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ അവരെ ബോധിപ്പിക്കുകയാണ്. യു ഹാവ് ദ സ്ട്രെങ്ത്. ഒരു പക്ഷേ ഫോൺ ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ പറയണം യു ടു കോൾ മീ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം, അങ്ങനെയൊക്കെ പറയണം. യു നോ ദാറ്റ്. നമുക്കറിയാം ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ പല ആൾക്കാരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ചില ഒരു നമ്പർ ബന്ധുവായിരിക്കാം, സുഹൃത്തുക്കൾ വലിയ ആഡംബരം ഇതുണ്ടോ നത്തിങ് ഇസ് ആൾഡ് ബുഷറ്റ്. അവർ വന്നിട്ട് ഒരുമാതിരി പത്രാസ് കാണിക്കുന്നില്ല, എന്താ ഏത് ഡോക്ടറോ ഞാൻ വിളിക്കണം, ഇതൊന്നും ശാശ്വതമല്ല. ഇറ്റ് ഈസ് ടു ബാഡ്. അങ്ങനെയുള്ള ആരും തന്നെ ഒരു സുഹൃത്തായ രോഗിയുടെയോ ബന്ധുവോ ഹുവർ ഇറ്റ് മേ ബി അവരെ കാണാൻ പോകാതിരിക്കുക. അത് ആ വിസിറ്റിംഗ് കൊണ്ട് അവർ ആകെപ്പാടെ അവർ സമ്മർദ്ദത്തിലായി പോകും. അവരെ സമ്മർദ്ദത്തിൽ ആക്കാതിരിക്കുക. ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളിൽ പങ്കുവച്ചത്. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് പാസ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.